ഹലോ. ഇവിടെ ഓസ്ട്രിയയിൽ നമുക്കൊരു സ്റ്റുഡൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് മന്ത്ലി എത്ര എക്സ്പെൻസ് അറൗണ്ട് വരുന്നതെന്ന് ജസ്റ്റ് നോക്കാം. ഇതിൽ നമുക്ക് മെയിൻലി വരുന്നത് നമ്മുടെ അക്കോമഡേഷൻ ചാർജാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് വേരി ചെയ്യും. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് ഡോം ആണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ അറൗണ്ട് ഒരു 350 ഒക്കെ ആയിട്ട് വരും. ഇപ്പോൾ നമ്മൾ ഷെയർഡ് ആയിട്ടാണ് എടുക്കുന്നത് വെച്ചാൽ അത് 350 എന്നൊന്ന് കുറച്ച് കുറയും. അതെല്ലാം നമ്മൾ കുറച്ചും കൂടി ഇതുള്ളത് എങ്ങനെയാണ് യൂസസ് ഉള്ളത് അല്ലെങ്കിൽ കുറച്ചും കൂടി സൗകര്യങ്ങൾ ഉള്ളത് എടുക്കുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടി കൂടും. അറൗണ്ട് ഒരു 350 ആണ് മെയിൻലി നമ്മൾ വിയന്നേൻ്റെ അകത്ത് ഒരു അക്കോമഡേഷൻ എടുക്കുമ്പോൾ വരുന്നത് സ്റ്റുഡൻറ് ഡോമിന്. പിന്നെ കൂടാതെ വരുന്നത് വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രോസറി ചാർജസ് ആണ്. ഗ്രോസറി ഒരു അറൗണ്ട് 100-150 യൂറോ ആയിട്ടാണ് വരുന്നത്. അത് നമ്മൾ ചിലവാക്കുന്ന അനുസരിച്ചിരിക്കും. നമ്മൾ കുറച്ചും കൂടി നോക്കിയും കണ്ടും സാധനങ്ങളൊക്കെ ബ്രാൻഡ് നോക്കിയിട്ടൊക്കെ എടുക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 100-150 ഇടയിൽ മന്ത്ലി ഒരു എക്സ്പെൻസ് വരും. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജാണ്. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നമ്മൾ 26 വയസ്സിന് താഴെയുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സെമസ്റ്റർ കാർഡ് എടുക്കാൻ പറ്റും. അതൊരു 75 യൂറോ ആണ് പെർ സെമസ്റ്ററിന് വരുന്നത്. അതെല്ലാം നമ്മൾ 26-ന് മുകളിലുള്ളവർക്കാണെങ്കിൽ നമുക്ക് 325 യൂറോ വരുന്ന ഒരു പ്ലാൻ ഉണ്ട്, അതെടുക്കാം. അതാണ് നമുക്ക് ട്രാവൽ കോസ്റ്റിന് വരുന്നത്. പിന്നെ വരുന്ന ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ ബില്ലാണ്. അത് അറൗണ്ട് ഒരു 10-20 യൂറോന്റെ ഇടയിൽ വരും. അത് നമ്മൾ എടുക്കുന്ന പ്ലാനിനനുസരിച്ച് വരും. നമുക്ക് അതിനേക്കാളും കുറവുള്ള പ്ലാനുകളുണ്ട്. അതിനൊരു 10-20 യൂറോ വരും. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻഷുറൻസ് ആണ്. നമ്മൾ മാൻഡേറ്ററി ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 66 യൂറോ ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്മൾ ലിവിങ് കോസ്റ്റ് ഈ വിയന്നേൻ്റെ ഉള്ളിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 500-700 ഇടയിലാണ് നമ്മളെ ലിവിങ് എക്സ്പെൻസ് വരിക. ഈ പറഞ്ഞതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ലിവിങ് ചാർജസ് ആണ്. അതായത് അക്കോമഡേഷൻ ആണെങ്കിലും ശരി, ഫോൺ ബില്ലാണെങ്കിലും അതേപോലെ ഇൻഷുറൻസ്, ട്രാവൽ, ഇതൊക്കെ നമുക്ക് എന്തായാലും നമുക്ക് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ബാക്കി നമുക്ക് ഗ്രോസറിയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മുടെ രീതിയിൽ നമുക്ക് ഇതാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇവിടെ വരുന്ന സ്റ്റുഡൻസ് എന്നോട്. കാരണം ഞാൻ ഇത് പറയാൻ കാരണം എന്നോട് ചോദിച്ചു, ഇവിടെ എങ്ങനെയാണ് ചേച്ചി ഭയങ്കര ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ ഭയങ്കര കോസ്റ്റ്ലി ആണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വിയന്നേൻ്റെ ഉള്ളിൽ നമുക്ക് ജീവിക്കാൻ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തായാലും മാൻഡേറ്ററി ആയിട്ട് വരേണ്ട ചാർജസസ് ആണ്.